കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആണ് കൊണ്ടിരിക്കുന്നത്. വെറും 2 മിനിറ്റേ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വീഡിയോ നമുക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ പ്രബലമായ വാക്കുകളാണ്, വളരെയധികം നമുക്ക് അത്യാവശ്യമുള്ള വാക്കാണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ആദ്യം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വാട്സാപ്പ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് ഞങ്ങളോട് നന്ദി പറയുകയാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അറബ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാ കേൾക്കാത്തത്? അറബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയാണ്. അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. ഇതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഈ അറബ് ഭാഷ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നറിയും? ഈ അറബ് ഭാഷ ഉത്ഭവിച്ചത് ഗ്രീസിൽ നിന്നാണ്. അത് വളരെ അധികം നാളുകളായിട്ടില്ല അറബ് ഭാഷയ്ക്ക് ഇത്ര പ്രശസ്തി കിട്ടിയിട്ട്. അതിനു മുമ്പ് അറബ് ഭാഷ ഒരു വലിയ ഭാഷയേ ആയിരുന്നില്ല. അത് വെറും ഒരു സംസാര ഭാഷ മാത്രമായിരുന്നു. ഗ്രീസിൽ നിന്നുള്ള ലിപികളാണ് അറബ് ഭാഷയ്ക്ക് ആധാരമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഹിന്ദി പഠിക്കാനാണ്, സ്പോക്കൺ ഹിന്ദി പഠിക്കാനാണ് പോകുന്നത്. അറബ് എന്ന വാക്കിന് മറ്റു പല അർത്ഥങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അറബ് എന്ന വാക്കിന് ഗോഡ എന്ന അർത്ഥമുണ്ട്. ഗോഡ എന്ന് പറഞ്ഞാൽ കുതിര. അറബ് എന്ന വാക്കിന് ഗോഡ എന്നൊരു അർത്ഥമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ഇതിന് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? അറബ് രാജ്യത്തൊക്കെ പോയിട്ടുള്ളവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അറബ് എന്ന വാക്കിന് കുതിര എന്ന് മാത്രമല്ല, അറബ് രാജ്യം എന്ന് മാത്രമല്ല, അറബ് ഭാഷ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. പിന്നെന്താണ്? അറബ് എന്ന വാക്കിന് മറ്റൊരു വിപുലമായ ഒരു അർത്ഥം എന്താ? അറബ് സൗ കരോഡ് എന്ന് പറഞ്ഞാൽ 100 കോടി. 100 കോടി എന്നൊരു അർത്ഥം കൂടിയുണ്ട് അറബ് എന്ന വാക്കിന്. നമ്മൾ ഇതിനു മുമ്പ് വാക്കുകൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. അറബ് എന്ന വാക്കിന് 100 കോടി എന്ന അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ അതിന് മില്ലാഡ് എന്നാണ് പറയാം. മില്ലാഡ്, മില്യൻ അല്ല, മില്ലാഡ്. മില്യൻ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ഇതല്ല, അവിടെ നിന്ന് വിട്ടു. 100 കോടിയാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് ക്ലാസ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടീച്ചർമാർക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അറബ് എന്ന് പറഞ്ഞ വാക്ക്, അറബ് എന്ന് പറഞ്ഞൊരു ഭാഷയാണ്, നൗണാണ്. അറബ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യമാണ്. അറബ് എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യാർഡാണ്. അതായത് 100 കോടിക്ക് അറബ് എന്നാണ് പറയുക. അടിപൊളി. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. തബ് തക് കെ ലിയേ ധന്യവാദ്. താങ്ക് യു.